Hello, good morning to all my dear students. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ കമ്മ്യൂണിക്കേറ്റും വാല്യൂ എന്നുള്ളൊരു ഏരിയ ആയിരുന്നു അല്ലേ. ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഏരിയ ആയിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ റോൾ ഡിസ്കസ് ചെയ്തു, ബാരിയേഴ്സ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്തു, ബെനിഫിറ്റ്സ് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഒരു ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഓരോ മിക്സുകളും എന്ത് ചെയ്യാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അഡ്വർടൈസിങ് പറയുന്നത് പബ്ലിക് റിലേഷൻ, സെയിൽസ് പ്രൊമോഷൻ, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ് ആൻഡ് ഇൻറ്ററാക്റ്റീവ് മാർക്കറ്റിംഗ്, പേഴ്സണൽ സെല്ലിംഗ്, അതേപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഡെസിഷൻ എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഓരോ മിക്സുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റ് പരസ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളതിൻ്റെ ഡിക്ഷണറി മീനിങ് എന്ന് പറഞ്ഞാൽ ടു അനൗൺസ് പബ്ലിക്ലി എന്നുള്ളതാണ്. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടു അനൗൺസ് പബ്ലിക്ലി എന്ന് പറയാം, പൊതുജനസമക്ഷം മുന്നാകെ എന്ത് ചെയ്യുന്നു, നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ അല്ലേ ഏത് കാര്യം ഇപ്പം അങ്ങനെയാണ്. അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, ഒരു അഡ്വർടൈസ്മെൻറ്റ് യുഗത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ജീവിച്ചു പോകുന്നത്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അത് പരസ്യപ്പെടുത്തുകയും അത് പരസ്യീകരിക്കുകയും ചെയ്യുന്ന കാര്യം. ഗവൺമെൻറ് ചെയ്യുകയാണെങ്കിലും ചാരിറ്റി ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിലും വേറെ ആര് ചെയ്യുകയാണെങ്കിലും അതൊക്കെ അഡ്വർടൈസ്മെൻറ്റോട് പോകുന്നു. ഫാദർ ഓഫ് മോഡേൺ അഡ്വർടൈസിങ് ആരാണ്? ആൽബർട്ട് ലെസ്കർ എന്നുള്ളതാണ് ആരാണ് ഫാദറായിട്ട് അറിയാം. മോഡേൺ അഡ്വർടൈസിങ്ങിൻ്റെ ഫാദറാണ് ആൽബർട്ട് ലെസ്കർ. ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ അഡ്വർടൈസിങ്. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ മാസ് മീഡിയ സച്ച് ആസ് ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പർ, മാഗസിൻ എക്സെട്ര എന്നുമാകുക നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. എന്തിലൂടെ? പരസ്യം നമ്മോട് സംസാരിക്കില്ല. പരസ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ ചുമരുമ്പിൽ കാണാം, പത്രത്തിൻ്റെ പേജുകളിൽ കാണാം, ഇന്ന വില ഇതിൽ എന്ത് ചെയ്യുന്നു, ഇത്ര രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നു, സാധനം കൊടുക്കുന്നു, ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും. ഇത് വായിക്കുന്ന സമയത്ത് ഈ പരസ്യമാണ് നമ്മോട് സംസാരിക്കുന്നത്, അല്ല വ്യക്തിയല്ല സംസാരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ മാസ് മീഡിയ സച്ച് ആസ് ടെലിവിഷൻ. അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഡിഫൈൻസ് as any paid form of non-personal presentation and promotion of ideas, goods or services by an identified sponsor. എന്താണ് എനി പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ എന്തായിട്ട് പറയുന്നു? അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? പ്രൊമോഷൻ ഓഫ് ഐഡിയാസ്, അല്ലെ ഒരു ആശയത്തെ പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഗുഡ്സ് ഓർ സർവീസ്, അല്ലെങ്കിൽ ഗുഡ്സ് ഓർ സർവീസിനെ ആരുടെ ബൈ ആൻ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. അപ്പോൾ ഒരു ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള സ്പോൺസർ കൃത്യമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കും, ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടായിരിക്കും. അല്ലാതെ ഒരു വ്യക്തി അല്ലെങ്കിൽ ആരും ഊരും നാളും ഒന്നും അറിയാത്ത വ്യക്തിക്കല്ല, കൃത്യമായ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ ഉണ്ടായിരിക്കും. എന്താണ് അക്കോർഡിംഗ് ടു സ്റ്റീഫൻ ലീകോക്ക്, എന്താണ് സ്റ്റീഫൻ ലീകോക്ക് പറഞ്ഞത്? ഇറ്റ് ഹാസ് ദി സയൻസ് ഓഫ് അറസ്റ്റിംഗ്, എന്താണ് ഇതൊരു ശാസ്ത്രമാണ്. എന്താണ് ഇറ്റ് ഹാസ് ദി സയൻസ് ഓഫ് അറസ്റ്റിംഗ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ലോങ് ഇനഫ് ടു ഗെറ്റ് മണി ഫ്രം ഇറ്റ്. അല്ലേ, മനുഷ്യൻ്റെ ബുദ്ധിയെ അറസ്റ്റ് ചെയ്യാൻ നമ്മൾ അതിൽ മുഴുകിയായിരുന്നു. ആ പരസ്യം കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലങ്ങനെ മുഴുകിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സാധനം പിന്നീട് നമ്മൾ കരസ്ഥമാക്കണം, അത് നമ്മൾ പണം കൊടുത്തിട്ട് വാങ്ങാൻ എന്ത് ചെയ്യാണ്, നമ്മൾ തയ്യാറാക്കുകയാണ്. അപ്പോൾ ആ ബുദ്ധിയെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, പിന്നെ പണം കൊടുത്തിട്ട് ആ സാധനം കരസ്ഥമാക്കാൻ എന്താക്കുന്നു? സിംപ്ലി ഇറ്റ് ഈസ് ദി ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ കൺസേണിങ് ആൻ ഐഡിയ, സർവീസ് ഓർ പ്രോഡക്റ്റ് ടു ഇൻഡ്യൂസ് ആക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻറ്റൻറ്റ് ഓഫ് ദി അഡ്വർടൈസർ. അല്ലെ, പരസ്പരം ഇൻറ്റൻറ്റോട് കൂടി, താല്പര്യത്തോടു കൂടി, സമ്മതത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ആശയത്തെയോ സർവീസിനെയൊക്കെ എന്ത് ചെയ്യണം, ഡിസമിനേഷൻ ഓഫ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസമിനേഷൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. നോക്കാം, അഡ്വർടൈസ്മെൻറ്റ് ഫീച്ചേഴ്സ് ആണ്. നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, പെയ്ഡ് ഫോം ആയിരിക്കും, ഐഡൻറ്റിഫൈഡ് സ്പോൺസർ ഉണ്ടായിരിക്കും, പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓഫ് അബൌട്ട് പ്രോഡക്റ്റ് ഓർ സർവീസ്, പ്രോഡക്റ്റിനെ കുറിച്ചോ കുറിച്ചാണ്. മേ ബി വിഷ്വൽ, സ്പോക്കൺ ഓർ റിട്ടൺ, അല്ലേ ചിലപ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഏത് തയ്യാറാക്കപ്പെട്ട രീതിയിലായിരിക്കും. ഇറ്റ് ഈസ് എ സെയിൽസ്മാൻഷിപ്പ് ഇൻ പ്രിൻറ്റ്. സാധാരണ അഡ്വർടൈസ്മെൻറ്റ് അറിയപ്പെടുന്നതാണ് പ്രിൻറ്റിലുള്ള സെയിൽസ്മാൻഷിപ്പാണ്. ആ പ്രിൻ്റ് എന്തെങ്കിലും കച്ചവടം നടത്തിക്കോളും. ഇറ്റ് ഈസ് എ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയം, അല്ലെ സാധാരണ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയയിലാണ്. ഒരു ടി വിയിലെ പരസ്യം ആരൊക്കെ കാണുന്നു അവർക്കൊക്കെ ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കാണാൻ പറ്റും. പത്രത്തിൽ കൊടുക്കുന്ന സമയത്ത് ആരൊക്കെ പത്രം വായിക്കുന്നോ അവർക്കൊക്കെ എന്ത് ചെയ്യുന്നു കാണാൻ പറ്റുന്നു. ഇറ്റ് സ്റ്റിമുലേറ്റ് സെയിൽസ്, അത് എന്ത് ചെയ്യുന്നു, സെയിൽസിനെ പ്രേരിപ്പിക്കുന്നു, ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. നോക്കാം നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓർ ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിങ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരസ്യങ്ങൾ ഉപയോഗിക്കുന്നത്?
ടു പ്രിപ്പയർ എ ഗ്രൗണ്ട് ഫോർ ന്യൂ പ്രോഡക്റ്റ് അല്ലേ. നമ്മളിങ്ങനെ പരസ്യം കൊടുക്കുന്ന സമയത്ത് ആളുകളുടെ ഇടയിലൊക്കെ ഈ കമ്പനിയെക്കുറിച്ചും ഈ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അവബോധം ഉണ്ടാക്കും. പിന്നെ ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇത് ആരുടേതാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇന്ന കമ്പനിയുടേതാണെന്ന് മാത്രം പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അത് ആളുകളിലേക്ക് എത്തും. എന്ന് പറഞ്ഞാൽ പുതിയ പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് അത് ഗ്രൗണ്ടായിട്ട് എന്ത് ചെയ്യുന്നു നിൽക്കുന്നു. ടു ക്രിയേറ്റ് മെയിൻറ്റെയിൻ ആൻഡ് ഇൻക്രീസ് ഡിമാൻഡ് ഓഫ് പ്രോഡക്ട്സ് അല്ലേ. അവർക്ക് നിലവിലുള്ള ഡിമാൻഡ് നിലനിർത്താൻ അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ, സാധനത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നടത്തുന്നത്. ടു ഫേസ് കോമ്പറ്റീഷൻ സക്സസ്ഫുള്ളി. മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ അവരുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യാണ്ടാവും. ഇവരുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് സക്സസ്ഫുൾ ആണെങ്കിൽ ഈ കമ്പനിയുടെ സാധനത്തെ എല്ലാവർക്കും എന്ത് ചെയ്യണം, പ്രോഡക്റ്റിനെ കുറിച്ച് എല്ലാവർക്കും എന്തുണ്ടായിരിക്കണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് നടത്തുന്നു. ടു ക്രിയേറ്റ് ഓർ എൻഹാൻസ് ഗുഡ് വിൽ അല്ലെങ്കിൽ എന്താണ് ഗുഡ് ഉയർത്തുക, കമ്പനിയുടെ പേര് വർദ്ധിപ്പിക്കുക, നല്ല പേര് എന്ത് ചെയ്യുക ഉണ്ടാക്കുക എന്നുള്ളതാണ്. ടു ഇൻഫോം ദ ചേഞ്ചസ് റിഗാർഡിംഗ് പ്രൈസ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഡക്റ്റ് ക്വാളിറ്റി ടു ദി പബ്ലിക് അല്ലെ. പബ്ലിക്കുമായിട്ട് എന്ത് ചെയ്യാം, ചാനൽസിൻ്റെ പ്രൈസ് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഡക്റ്റ് ക്വാളിറ്റി ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആളുകൾക്കിടയിലേക്ക് എന്ത് ചെയ്യുക, ഒരു ഇതുണ്ടാക്കി കൊടുക്കുക, ആളുകൾക്ക് മാറ്റങ്ങൾ അറിയിച്ചു കൊടുക്കുക. സാധനത്തിൻ്റെ വിലയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പരസ്യം കൊടുക്കുന്ന സമയത്ത് ആളുകൾക്ക് അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ്. ടു ക്രിയേറ്റ് ബ്രാൻഡ് പ്രിഫറൻസ് അല്ലെ, ഒരു ബ്രാൻഡ് പ്രിഫറൻസ് എന്ത് ചെയ്യുക ഉണ്ടാക്കുക. ടു എഡ്യൂക്കേറ്റ് കൺസ്യൂമേഴ്സ് കൃത്യമായി വിദ്യാഭ്യാസം നൽകുക, എങ്ങനെ പ്രോഡക്റ്റിനെ കുറിച്ചും മറ്റതിനെ കുറിച്ചൊക്കെ അവബോധം ഉണ്ടാക്കി. ടു ബിക്കം എ മാർക്കറ്റ് ലീഡർ, ഒരു മാർക്കറ്റ് ലീഡറായിട്ട് എന്ത് ചെയ്യുക മാറുക. ടു റിമൈൻഡ് ദ കൺസ്യൂമേഴ്സ് അബൌട്ട് ദി പ്രോഡക്റ്റ് ടൈം ടു ടൈം അല്ലേ. ഓരോ സമയാസമയങ്ങളിൽ ഇങ്ങനെ കമ്പനി ഉണ്ട്, ഇന്ന പ്രോഡക്റ്റ് ഉണ്ട്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരസ്യം വിടുന്ന സമയത്ത് ആളുകൾക്ക് എന്ത് ചെയ്യും, അങ്ങനെ ഒന്നും ഉണ്ടല്ലോ എന്ന് മനസ്സിലേക്ക് കൃത്യമായിട്ട് ഓർമ്മിക്കുന്നു. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം, അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളതാണ്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്രധാനം എന്താണ്, എന്തിനാണ് ഇത് ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. തോമസ് ജെഫേഴ്സൺ സെഡ് ദ മാൻ ഹൂ സ്റ്റോപ്പ് അഡ്വർടൈസിങ് ടു സേവ് മണി ഈസ് ലൈക്ക് ദ മാൻ ഹൂ സ്റ്റോപ്സ് ദ ക്ലോക്ക് ടു സേവ് ടൈം അല്ലേ. ഒരാൾ പരസ്യം നിർത്താൻ പണം ലാഭിക്കാൻ വേണ്ടിയിട്ട് പരസ്യം നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം നോക്കുമ്പോൾ എന്താണ്, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ക്ലോക്ക് നിർത്തി വെക്കുന്നത് പോലെയാണ്. കാരണം എന്താണ്, ലാഭിച്ചിട്ടില്ല അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്ന പോലെയാണ്. നമ്മളെന്ത് ചെയ്യുന്നില്ല, ക്ലോക്ക് നിർത്തി വെച്ചിട്ട് സമയം അവിടെ നിൽക്കുമോ, സ്റ്റെക്കോ ഇല്ലല്ലോ, ഇസ് ഗോയിങ് ഓൺ എന്ന പോലെയാണ്. പരസ്യത്തിന് നോക്കിയിട്ട് പണം ലാഭിക്കാൻ വേണ്ടിയിട്ട് പരസ്യം ഉണ്ടാക്കിയിട്ട് എന്തില്ല കാര്യമില്ല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ദ വേർഡ്സ് ഓഫ് ലിയ ബെർണാറ്റ്, ഗുഡ് അഡ്വർടൈസിങ് ഡസ് നോട്ട് ജസ്റ്റ് സർക്കുലേറ്റ് ഇൻഫർമേഷൻ, ഇറ്റ് പെനട്രേറ്റ് ദ പബ്ലിക് മൈൻഡ് വിത്ത് ദി ഡിസയേഴ്സ് ആൻഡ് ബിലീഫ് അല്ലേ. ലിയ ബെർണാറ്റ് പറയണത് ഒരു നല്ല പരസ്യം എന്ന് പറഞ്ഞാൽ വിവരം കൈമാറ്റം മാത്രമല്ല, അത് ആളുകളെ ഇങ്ങനെ ഉത്തേജിപ്പിക്കും എന്തിനു വേണ്ടിയിട്ട്, അവർക്ക് ആ പ്രോഡക്റ്റ് വിശ്വസിക്കാനും അല്ലെങ്കിൽ അതിന് ഒരു ഡിസയർ ഉണ്ട്, അവർ ആ പ്രോഡക്റ്റിനെ കുറിച്ചൊരു ആഗ്രഹം ഉണ്ടാക്കാനും എന്ത് ചെയ്യുന്നു, അതിങ്ങനെ പെനട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഓരോ വിഭാഗം ആളുകൾക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെ നോക്കാം. അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ് അല്ലേ. ഒരു സാധനത്തിന് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പരസ്യം കൊടുക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും ആളുകൾ ഒരുപാട് ആളുകൾ കാണുന്ന സമയത്ത് ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതുവഴി എന്ത് ചെയ്യുന്നു, സാധനത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ആസ് ദ റിസൾട്ട് ദ ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഫെസിലിറ്റേറ്റഡ്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഒരു വലിയ അളവിൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ അത്രയും സമയം 100 ആളുകളാണ് ആവശ്യപ്പെട്ട് പരസ്യം മറിക്കുന്നതിന് ശേഷം 1000 ആളുകൾ ആവശ്യപ്പെടുന്ന സമയത്ത് 1000 പ്രോഡക്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഉണ്ടാക്കേണ്ടത്. ദാറ്റ് മീൻസ് ബൾക്ക് പ്രൊഡക്ഷൻ, ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യേണ്ടി കൊണ്ടുവരേണ്ടി വരും. ഇങ്ങനെ ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, കോസ്റ്റ് നമുക്ക് കുറക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, പ്രിൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് കടയിൽ ചോദിക്കും എത്ര പ്രിൻറ്റാണ് വേണ്ടിയെന്ന് ചോദിക്കും അല്ലേ. നമ്മൾ പറയും 10 പ്രിൻ്റ് അല്ലെങ്കിൽ 100 പ്രിൻ്റ് എന്ന് പറയും. അപ്പോൾ കടക്കാരൻ പറയുന്ന മറുപടി ഉണ്ട്, 100 പ്രിൻ്റ് ആണെങ്കിലും 500 പ്രിൻ്റൊക്കെ ആണെങ്കിലും ചെറിയൊരു പൈസ തന്നെ മാറ്റി വരുള്ളൂ കേട്ടോ, വലുതെടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലാർജ് സ്കെയിൽ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ആൻഡ് ആൾസോ എക്സ്പ്ലോർ ന്യൂ മാർക്കറ്റ് അല്ലേ. നിലവിലുള്ള മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യുവാനും പുതിയ മാർക്കറ്റ് തേടുവാനും എന്ത് ചെയ്യുന്നു, ഈ പരസ്യങ്ങൾ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ സ്റ്റഡി ഡിമാൻഡ് ഫോർ ദി പ്രോഡക്ട്സ് ഇൻ ആൾ സീസൺ. ഇങ്ങനെ പരസ്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റഡി ഡിമാൻഡ് എല്ലാ സീസണിലും ഒരു സ്റ്റഡി ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഗുഡ് വിൽ ഓഫ് ദി കമ്പനിയുടെ ഗുഡ് വിൽ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ഈസി ഇൻട്രൊഡക്ഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഇൻ ടു ദി മാർക്കറ്റ്. പുതിയ പ്രോഡക്റ്റൊക്കെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, പ്രത്യേകിച്ച് വേറെ വല്ല പ്രശ്നങ്ങളും ആവശ്യമില്ല, നേരെ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഇറക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ടു ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സിനും അതേപോലെ തന്നെ ഹോൾസെയിലേഴ്സിനും എന്താണ് അഡ്വാൻറ്റേജസ് എന്നുള്ള. ഇറ്റ് ഹെൽപ്സ് ദ ഡീലേഴ്സ് ടു ഹാവ് മോർ സെയിൽ അല്ലേ.
ഡീലേഴ്സിന് എന്ത് ചെയ്യുന്നു, കൂടുതൽ സെയിൽസ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. കാരണം എന്താണ്, ഇതുപോയി പരസ്യം കൊടുക്കുന്ന വഴി ആളുകൾക്കൊക്കെ പ്രോഡക്റ്റിനെ കുറിച്ച് ധാരണ ഉണ്ടാകുന്നു, അതുപോലെ എന്ത് സെയിൽസ് വർദ്ധിപ്പിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു കസ്റ്റമേഴ്സ്, സോ ഇറ്റ് ഹെൽപ്സ് ഈസി സെയിൽസ് അല്ലെ. കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, പരസ്യത്തിലൂടെ വിവരം കിട്ടുന്നതുകൊണ്ട് സെയിൽസ് എന്ത് ചെയ്യുന്നു, എളുപ്പമാക്കുന്നു. ഇറ്റ് ഇൻക്രീസ് പ്രസ്റ്റീജ് ഓഫ് ദി ഡീലർ അല്ലെ. ഈ ഒരു കമ്പനി ആളുകൾക്കൊക്കെ അവബോധം ഉണ്ടാകുന്ന സമയത്ത് ഈ കമ്പനിയുടെ ഡീലറാണെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ആളുകൾക്കിടയിൽ ഇവർക്ക് എന്ത് ചെയ്യുന്നു, പ്രസ്റ്റീജ് ഉണ്ടാക്കുന്നു. ഇറ്റ് എനേബിൾ ദി ഡീലേഴ്സ് ടു ഹാവ് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ. ഡീലേഴ്സിനും എന്ത് ചെയ്തു, കൃത്യമായിട്ട് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ കിട്ടുവാൻ എന്ത് ചെയ്ത് പരസ്യങ്ങൾ സഹായിക്കുന്നു. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ടു സെയിൽസ്മാൻ. സെയിൽസ് നടത്തുന്ന ആൾക്ക് എന്തൊക്കെയാണ്, ഇറ്റ് ഹെൽപ്സ് ടു പ്രിപ്പയർ ബാക്ക്ഗ്രൗണ്ട് ഫോർ സെയിൽസ്മാൻ ടു ബിഗിൻ ഹിസ് വർക്ക് അല്ലേ. അങ്ങനെ പരസ്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് അത്യാവശ്യം വിവരങ്ങളും ഇൻഫർമേഷൻസ് കാര്യങ്ങളും ഉണ്ടാവും. അതുവഴി എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിന് വർക്ക് ആരംഭിക്കാൻ എന്നൊരു സ്റ്റാർട്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കാൻ പറ്റുന്നു. ടു റെഡ്യൂസ് ബേർഡൻ ഓഫ് സെയിൽസ്മാൻ ജോബ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് എന്ത് ചെയ്യുന്നു, വലിയ റിസ്ക് ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നു. ഇറ്റ് മേക്സ് ദ സെയിൽസ്മാൻസ് സെൽഫ് കോൺഫിഡൻസ്, സോ ഹി ക്യാൻ ഡു ദ ജോബ് ഇൻ എ ബെറ്റർ വേ. ഇങ്ങനെ പരസ്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ആളുകൾക്ക് കൃത്യമായിട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നു. അതുവഴി അയാൾക്ക് നിന്നു നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇനി അഡ്വാൻറ്റേജ് ടു കൺസ്യൂമർ. കൺസ്യൂമർ എന്തൊക്കെയാണ് മെച്ചങ്ങളുള്ളത്? ഇറ്റ് ഗിവ്സ് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ ടു കസ്റ്റമർ അല്ലെ. കസ്റ്റമറിന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റ് ഇൻഫർമേഷൻ ലഭിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു സിംപ്ലിഫൈ പർച്ചേസ് അല്ലെ. പർച്ചേസ് സിംപ്ലിഫിക്കേഷൻ ചെയ്ത്, കാരണം എന്താണ്, അവർക്ക് നേരെ പോയിട്ട് കമ്പനി അറിയാം, പ്രോഡക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം, നേരെ പോയിട്ട് വാങ്ങി വരേണ്ട കാര്യമേ ഉള്ളൂ. ഇറ്റ് ഹെൽപ്സ് ദം ടു നോ വെൻ ആൻഡ് വേർ ദ പ്രോഡക്ട്സ് ആർ അവൈലബിൾ അല്ലെ. ഈ സാധനം എവിടെ കിട്ടും, എപ്പോൾ കിട്ടും എന്നൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഇവർക്ക് ധാരണ ഉണ്ടാക്കുന്നു, ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, മനസ്സിലാകുന്നു. ഇറ്റ് ഹെൽപ്സ് ടു സേവ് ടൈം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, പലപ്പോഴും സമയം ലാഭിക്കാൻ എന്ത് ചെയ്യുന്നു, പരസ്യങ്ങൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് സൊസൈറ്റി. സമൂഹത്തിന് എന്തൊക്കെയാണ് മെച്ചങ്ങളുടെ ബെനിഫിറ്റ് എന്നുള്ള? ഇറ്റ് റിലേറ്റ്സ് ടു ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ, സോ ഇറ്റ് ഇൻക്രീസ് ലാർജ് സ്കെയിൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. പരസ്യം വരുന്നത് വഴി എന്ത് ചെയ്യുന്നു, ഒരുപാട് ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഡിമാൻഡ് വരുന്നതോട് കൂടിയിട്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നു. പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ആളുകൾ പോരാതാകും, ഒരുപാട് ആളുകൾ ജോലിക്കെടുക്കേണ്ടി വരും. അതുവഴി എന്ത് ചെയ്യുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിപ്പിക്കുന്നു. ഇറ്റ് ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദി സൊസൈറ്റി ബൈ ഫെസിലിറ്റേറ്റിംഗ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് അല്ലേ. ആളുകൾക്ക് ഇങ്ങനെ വെറൈറ്റി പ്രോഡക്റ്റ് ലഭിക്കുന്നത് വഴി എന്ത് ചെയ്യുന്നു, ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യുന്നു, ഉയർത്താൻ പറ്റുന്നു. ഇറ്റ് എഡ്യൂക്കേറ്റ് ദ പബ്ലിക് റിഗാർഡിംഗ് ദ യൂസസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് അല്ലേ. കൃത്യമായിട്ട് പബ്ലിക്കിന് എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ കൊടുക്കാൻ, വ്യത്യസ്തമായിട്ട് പ്രോഡക്റ്റുകളും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ബെനിഫിറ്റുകളെ കുറിച്ചൊക്കെ ബോധം ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഇറ്റ് ഇൻക്രീസ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആസ് റിസൾട്ട് ഇറ്റ് റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് കൺസ്യൂമേഴ്സ് അല്ലേ. വോളിയം ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറക്കാൻ പറ്റുന്നു. അതുവഴി ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, കുറഞ്ഞ വിലയിൽ എന്ത് ചെയ്യുന്നു, സാധനം കൊടുക്കാൻ പറ്റുന്നു, പ്രൈസ് റിഡക്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ദെൻ ഒബ്ജെക്ഷൻസ് അഗെയിൻസ്റ്റ് അഡ്വർടൈസിങ്. ഇനി അഡ്വർടൈസ്മെൻറ്റ് വേണ്ട, പരസ്യം വേണ്ട എന്ന് പറയാനുണ്ടാക്കുന്ന അതിന് ലിമിറ്റേഷൻ, ഒബ്ജെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ സെഡ് അഡ്വർടൈസിങ് ഈസ് എ ലോഫുൾ ലൈ. ഫർദർ അഡ്വർടൈസിങ് ഈസ് എ പോയിസൺ ഗ്യാസ്. ഇറ്റ് ബ്രിങ്സ് ടിയേഴ്സ് ടു യുവർ ഐസ്. ആൻഡ് ഹിൻസ് യുവർ നെർവ്സ് സിസ്റ്റം. ഇറ്റ് നോട്ട് യു ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്വർടൈസ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കള്ളം പ്രചരിപ്പിക്കുകയാണ്, അല്ലാതെ സത്യമല്ല പ്രചരിപ്പിക്കുന്നത്. നമ്മളെന്താണ്, നിങ്ങൾ പരസ്യം കണ്ടാൽ അറിയില്ലേ, സന്തൂർണ്ണ പരസ്യം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചർമ്മം കണ്ടാൽ എന്ത് ചെയ്യില്ല, പ്രായം തോന്നില്ല, ഈ സോപ്പ് വെച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എപ്പോഴും എന്താണ് നിങ്ങൾ ഇതായിരുന്നു. ഹോർലിക്സിൻ്റെ പരസ്യം നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും അല്ലേ, സ്ട്രോങ്ങർ, ഇതാണ് ലാർജർ, ഷാർപ്പണർ എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ആൾക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഏത് പരസ്യമാണെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യണം, നമ്മളെ വിശ്വസിപ്പിക്കുകയാണ്, ഇത് ശരിയാണെന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്ന ആളുകളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, എന്താണ് ഇതിൻ്റെ ഇക്കണോമിക് ഒബ്ജെക്ഷൻസ്, സാമ്പത്തികപരമായിട്ടുള്ള ഒബ്ജെക്ഷൻസ് എന്താണ്? അഡ്വർടൈസ്മെൻറ്റ് ഈസ് അൺനെസസറി ആൻഡ് വേസ്റ്റ്ഫുൾ. ഒരുപാട് പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അൺനെസസറി ആണ്, അനാവശ്യമാണ്, വേസ്റ്റുമാണ്, ആളുകൾ എന്ത് ചെയ്യും, മൈൻഡ് ആക്കില്ല. ഇറ്റ് ഇൻക്രീസ് കോസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് പ്രോഡക്റ്റ്. ഒരു പരസ്യം ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചിലവുള്ള സംഗതി. അതുവഴി എന്ത് ചെയ്യുന്നു, ആ ചിലവ് നമുക്ക് എവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, സാധനം വിറ്റ് അതുവഴി കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ കോസ്റ്റ് വർദ്ധിപ്പിക്കുന്നു, പ്രോഡക്റ്റിൻ്റെ പ്രൈസും വർദ്ധിപ്പിക്കുന്നു. ഇറ്റ് ഇൻഡ്യൂസ് പീപ്പിൾ ടു ബൈ ഗുഡ് വിച്ച് ആർ നോട്ട് നീഡഡ് അല്ലേ. ആളുകൾക്ക് ആവശ്യമൊന്നും ഉണ്ടല്ലേ, പരസ്യം കാണുന്ന സമയത്ത് ഒന്ന് വാങ്ങി നോക്കാം എന്നുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും ആളുകൾ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന രീതിക്ക്, എന്നാൽ പണം വേസ്റ്റ് ആക്കുന്ന രീതിയിലേക്ക് നിന്നു കാര്യങ്ങൾ എത്തിക്കുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് മൊണോപ്പൊളീസ് അല്ലേ, മൊണോപ്പൊളീസ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇറ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് ആർ റിജിഡാണ്, അത് മാറാൻ പോകണമെന്നില്ല, ഒരു പരസ്യം അതേ പരസ്യം റിജിഡായിട്ട് നിൽക്കുകയാണ്. ഇറ്റ് ക്രിയേറ്റ്സ് അൺഹെൽത്തി കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റിൽ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നു, പരസ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ ഇൻ ദി മൈൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് വൈൽ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ഭയങ്കര കൺഫ്യൂഷൻ, അത് വാങ്ങണം ഇത് വാങ്ങണം ഏതാ നല്ലത് എന്ന രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നത്
ഉതകുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഒബ്ജെക്ഷൻസ്, സാമൂഹികമായിട്ടും കൾച്ചറലായിട്ടുള്ള ഒബ്ജെക്ഷൻസ് എന്തൊക്കെ നോക്കാം. ഇറ്റ് ഡിസ്ട്രോയ് ദി യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സ് ബിഫോർ ഇറ്റ് ബിക്കംസ് യൂസ്ലെസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫാഷൻ, ഇംപ്രൂവ് ടെക്നോളജി. അല്ലേ, ആളുകളുടെ യൂട്ടിലിറ്റി നഷ്ടപ്പെടുന്നു. നമുക്ക് സാധനം വാങ്ങിയിട്ട് ഉപയോഗിച്ച് മതി വരുന്നതിന് മുമ്പ് തന്നെ എന്താണ് ഈ സാധനം ഔട്ട് ഓഫ് ഫാഷനായിട്ട് മാറുകയാണ്. അപ്പോൾ പുതിയ മോഡൽ എന്ത് ചെയ്തു ഇറങ്ങി. അപ്പോൾ നമുക്ക് എന്താണ് ഇത് മേടിക്കേണ്ടിയിരുന്നില്ല. മൊബൈൽ ഫോണൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ വാങ്ങി കഴിയണ ഒരാഴ്ച ആകുമ്പോഴത്തേനാണ് അതിലാറ് മെഗാ പിക്സലുള്ള ഫോൺ, അതിലാറ് ഉഷാറുള്ള ഫോൺ എന്ത് ചെയ്യുന്ന ഇറങ്ങണം. ആ സമയത്ത് നമുക്കിത് വാങ്ങി ഉപയോഗിച്ചത് അതിൻ്റെ ആഗ്രഹം തീർന്നിട്ടുണ്ടാവില്ല. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരും പക്ഷേ വേണ്ടിയിരുന്നില്ല, യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു നഷ്ടപ്പെടുത്തുന്നു. ഇറ്റ് എൻകറേജ് മെറ്റീരിയലിസം ഇൻ ദ സൊസൈറ്റി, ആളുകളുടെ മെറ്റീരിയലിസം എന്ത് ചെയ്യുന്നു ഉണ്ടാക്കുന്നു. ഇറ്റ് മാനിപ്പുലേറ്റ്സ് കസ്റ്റമർ ടു ബൈ തിങ്സ് വിച്ച് ആർ നോട്ട് റിയലി നീഡഡ്. ഞാൻ നേരത്തെ പറഞ്ഞാലേ ആളുകൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും വാങ്ങിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു പ്രേരിപ്പിക്കുന്നു. ഇറ്റ് ഇൻസൾട്ട് ഇൻ്റലിജൻസ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ ബുദ്ധിയെ എന്ത് ചെയ്യുന്നു ഇൻസൾട്ട് ചെയ്യുന്നു. ഇവർ പറയണത് തന്നെയാണ് ശരിയെന്ന് തോന്നിപ്പിക്കുന്നത്. ഇവരുടെ ഇൻ്റലിജൻസ് ഒന്നുമില്ല, മനുഷ്യന്മാരെ ഇതാക്കുന്നില്ല, പരസ്യങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് ക്ലാഷസ് ഇൻ ദ ഫാമിലി. അല്ലേ, ഭാര്യയും ഭർത്താവും പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് രണ്ടാൾക്കും രണ്ട് അഭിപ്രായം, ഇത് വാങ്ങണം അത് വാങ്ങണം, പരസ്യം കാണണം. ഭാര്യ പറയണം ഇതാണ് നല്ലത് വേണം, ഭർത്താവ് വേണം അതാണ് നല്ലത് വേണം. അതുവഴി എന്തെങ്കിലും ക്ലാഷസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് എത്തിക്കൽ ഒബ്ജെക്ഷൻസ്, നൈതികമായിട്ട് എന്തൊക്കെയാണ് ഒബ്ജെക്ഷനുകൾ. അഡ്വർടൈസ്മെൻറ്റ്സ് ആർ അൺബിലീവബിൾ, സോ ഇറ്റ് മിസ്ലീഡ് ദ പബ്ലിക് ബൈ ഗിവിംഗ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി പ്രോഡക്റ്റ്. അല്ലേ, അഡ്വർടൈസ്മെൻറ്റ് പലപ്പോഴും എന്താണ് അൺബിലീവബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ കാണാം. സോ അതുവഴി എന്ത് ചെയ്യുന്നു മിസ്ലീഡ് ആകുന്നു ദ പബ്ലിക് ബൈ ഗിവിംഗ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിനെ പറ്റി ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്നു. സം അഡ്വർടൈസ്മെൻറ്റ് കണ്ടന്റ് ഇൻക്ലൂഡ്സ് വൾഗാരിറ്റി, ന്യൂഡ് പോസസ്, എക്സൈറ്റിംഗ് എമോഷൻസ്, ഇൻഡീസൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ആൾ ദീസ് തിങ്സ് വിൽ കറപ്റ്റ് ദി യങ് മൈൻഡ്സ്. അല്ലേ, പല പരസ്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ തോന്നും വളരെ മോശപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യുന്നു ചിത്രീകരിക്കപ്പെടുന്നു. ഇപ്പോൾ പലതും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അനുഭവം തോന്നും. അല്ലേ, ഫ്ലൈറ്റിൽ നിന്ന് ചാടിയിട്ട് സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്നു, മലയുടെ മുകളിൽ നിന്ന് ചാടിയിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഡ്രിങ്ക് കുടിക്കുന്നു, ഓടുന്ന ബൈക്കിൽ പോയിട്ട് ചേസ് ചെയ്തിട്ട്, അങ്ങനെയൊക്കെ പലതും കാണുന്ന സമയത്ത് നമുക്കൊരു അത്ഭുതമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുക. അല്ലെങ്കിൽ ആളുകൾ അത് അനുകരിക്കാൻ ശ്രമിക്കുന്നു, അതുവഴി ചെയ്യുന്ന അപകടം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. സം അഡ്വർടൈസ്മെൻറ്റ് മേ ലീഡ് ദി യൂത്ത് ടു കമ്മിറ്റ് ക്രൈംസ്. അതാണ് പറഞ്ഞത്. പലപ്പോഴും എന്ത് ചെയ്യുന്നു പല പരസ്യങ്ങൾ കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു ക്രൈമിലേക്ക് എത്തിക്കുന്നു, തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നു. അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ ചിൽഡ്രൻ. അല്ലേ, കുട്ടികളെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് പരസ്യങ്ങൾ ചൂഷണം ചെയ്യുന്നത്. ചെറിയ കുട്ടികൾ മനസ്സിലേക്ക് എന്ത് ചെയ്യും ഇത് ആഴ്ന്നിറങ്ങും. പലപ്പോഴും പ്രോഡക്റ്റൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് കുട്ടികളത് കണ്ടിട്ട് നിന്നു ആ പ്രോഡക്റ്റ് വേണം ഈ പ്രോഡക്റ്റ് വേണമെന്ന് വാശി പിടിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നു. അഡ്വർടൈസ്മെൻറ്റ്സ് ഈസ് മിസ്യൂസിങ് ദ മീഡിയ. അല്ലേ, മീഡിയ എന്ത് ചെയ്യണം പലപ്പോഴും മിസ്യൂസ് ചെയ്യുകയാണ്. എന്താണ് ഏറ്റവും കൂടുതൽ പരസ്യം കൊടുക്കുന്ന ആളുകളെ പലപ്പോഴും എന്ത് ചെയ്യുക പത്രങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവർ നന്നായിട്ട് പരസ്യം കൊടുക്കണം, അവർ ഉറപ്പിക്കാനാവില്ല, ഇതാക്കേണ്ടി വരും. ഇപ്പോൾ ഒരു പേജ് നോക്കി ചില പത്രങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് ഫുള്ളായിട്ട് അവരുടെ പരസ്യീകരണം, പിന്നെ രണ്ടാമത്തെ പേജിൽ ന്യൂസും കാര്യങ്ങളും എത്തും. ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നു അഡ്വർടൈസ്മെൻറ്റ്. പലപ്പോഴും മീഡിയ എന്ത് ചെയ്യുന്നു മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.